വരുന്നത്. ഇപ്പോൾ പ്രിൻറ്റു മഹാദേവ് മാധ്യമങ്ങളോട് സംസാരിക്കുന്നുണ്ട്. തത്സമയം അതിലേക്ക്. സ്വാഭാവികമായിട്ട് അവതാരികയും സഹ പാനലിസ്റ്റുകളും ചോദിച്ച ചോദ്യത്തിന് മറുപടിയായി ഈ രാജ്യത്തിലെ സിസ്റ്റം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. എന്നാൽ അതിനെ വളരെയധികം വളച്ചൊടിച്ചുകൊണ്ട് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പ്രിൻറ്റു മഹാദേവ് ഒരു വ്യക്തിയെ വെടിവെച്ച് കൊല്ലുമെന്നും പ്രിൻറ്റു മഹാദേവ് കലാപത്തിന് ആഹ്വാനം ചെയ്തു എന്ന രീതിയിൽ വളരെ തെറ്റായിട്ടുള്ള വ്യാജ പ്രചരണമാണ് നടത്തിയത്. ആ വീഡിയോ കൃത്യമായിട്ട് പരിശോധിക്കുന്ന എല്ലാവർക്കും അതിനകത്ത് ഞാൻ പറഞ്ഞത് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കും. പൊതുവെ അങ്ങനെയുണ്ടല്ലോ, നമ്മൾ പറയാറുണ്ട് ഈ സത്യം പുറപ്പെടുന്നതിനേക്കാൾ മുമ്പ് നുണ ലോകം ചുറ്റി വരും എന്നുള്ളതിൻ്റെ ഒരു രക്തസാക്ഷി കൂടിയായിട്ടാണ് ഇപ്പോൾ ഞാൻ എന്നെ തന്നെ കാണുന്നത്. അതെന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തി. ഞാൻ കൃത്യമായി പറഞ്ഞത് എന്താണെന്നല്ല പ്രചരിപ്പിച്ചത്. ഇത് ബോധപൂർവം ന്യൂസ് 18-ൻ്റെ ചാനലും അതിൽ അവതാരികയും കൃത്യമായിട്ട് ഇത് ബോധപൂർവം ഒരു അജണ്ട സെറ്റ് ചെയ്തുകൊണ്ട് എന്നെ വ്യക്തിപരമായി തേജോവധം ചെയ്യാനും സമൂഹത്തിൽ അല്ലെങ്കിൽ പൊളിറ്റിക്കലി എൻ്റെ ഒരു രാഷ്ട്രീയ കരിയറിനെ അവസാനിപ്പിക്കാനോ അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് ഞാനൊരു ഭീകരവാദിയോ അല്ലെങ്കിൽ ഒരു ടെററിസ്റ്റോ അല്ലെങ്കിൽ ഒരു വെടിയുണ്ടകളൊക്കെ എടുത്തിട്ട് ഒരു ഗോഡ്സേഡ് അനുയായി അങ്ങനെയാണ് പലപ്പോഴും വരച്ചത്. ഞാൻ അങ്ങനെ ഒരു ആളുമല്ല. ഞാനൊരു സ്കൂളിലെ അധ്യാപകനാണ്. ഒരു 3000-ഓളം കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളിൽ അധ്യാപകനാണ്. അവിടെ 60% ഇതര പ്രസ്ഥാനങ്ങളിൽപ്പെട്ട ആളുകൾ മതവിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. അങ്ങനെയുള്ള എന്നെ ബോധപൂർവം ഒരു കൊലയാളിയായിട്ടൊക്കെ ചിത്രീകരിക്കാൻ വന്നത് എനിക്കുണ്ടാക്കിയ മാനസിക വിഷമം വളരെ വലുതാണ്. എൻ്റെ കുടുംബത്തിന് ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് എൻ്റെ വീടുകളിൽ കയറി നരവേട്ട നടത്തി എന്നെ പൊതുസമൂഹത്തിൽ വളരെ രീതിയിൽ തേജോവധം ചെയ്യാനുള്ള പല ശ്രമങ്ങളും ഉണ്ടായി. അപ്പോൾ സ്വാഭാവികമായിട്ട് അതെനിക്ക് ഇപ്പോഴെങ്കിലും വ്യക്തമാക്കാനുണ്ട്. ഞാനൊരിക്കലും ഒരു ആലയം കൊലവിളി പ്രസംഗം നടത്തിയിട്ടില്ല. ഞാനൊരിക്കലും അത്തരത്തിലുള്ളൊരു കാര്യങ്ങളെ ന്യായീകരിക്കുന്നില്ല. സ്വാഭാവികമായിട്ട് ഞാനൊരു ചാനൽ ചർച്ചയിൽ വന്നിരുന്നു കൊണ്ട് നേതാവായ ഒരാളല്ല ഞാൻ എൻ്റെ ഒരു സംഘടനാ ജീവിതം നോക്കിക്കഴിഞ്ഞാൽ 5ാമത്തെ വയസ്സിൽ ഞാൻ ശാഖയിൽ പോയി ABVPയുടെ യൂണിറ്റ് പ്രസിഡൻ്റായി, ABVPയുടെ സംസ്ഥാന പ്രസിഡൻ്റായി. അതിനുശേഷം പ്രവർത്തിച്ചിട്ടാണ് ഞാൻ ഈ പദവിയിലെത്തിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.